വൈകുന്നേരം ഇച്ചൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടോ. ഞാൻ നോക്കിയപ്പോൾ അത് വെട്ടിക്കൊണ്ട് വന്നിട്ടൊന്നുമില്ല. എനിക്ക് എട്ടിൻ്റെ പണിയായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വെട്ടാനായിട്ട് അങ്ങ് ഇരുന്ന് കേട്ടോ. പെട്ടെന്ന് തന്നെ എൻ്റെ തലയും വാലും കളഞ്ഞ് വെട്ടിയെടുക്കാൻ നോക്കി. ചെറിയ മീനായിരുന്നു കേട്ടോ, ചാള. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി വാരിയെടുത്തു. ഒരു ചട്ടി കഴുകി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് അതിൽ ഉലുവയും കടുകും ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ സാധാരണ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഉള്ളിയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടോ. അത് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് പൊടികളും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പൊടികൾ മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് പുളിവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടോ. പുളിവെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും മീൻ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞു കുറച്ച് മീനെടുത്ത് വറുത്തോളാൻ പറഞ്ഞു. കേട്ട മാതിരി എനിക്കും കുട്ടുവിന് സന്തോഷമായി. സാധാരണ ഞങ്ങൾ മീൻ മേടിച്ച് കഴിഞ്ഞാൽ മീൻ വറക്കാറില്ല, അധികം മീൻ വെക്കാറാണുള്ളത്. പെട്ടെന്ന് തന്നെ മസാലയും പുരട്ടി മീൻ വറുക്കാൻ വെച്ചിട്ടോ. അങ്ങനെ മീൻ വറുത്ത് മുരുമുരാന്നായിട്ടുണ്ട്. അപ്പം തന്നെ മീൻ കറിയും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് ഉള്ളി അങ്ങ് ഇടിച്ചിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതങ്ങ് മൂടി വെച്ച് വേവിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ചോറുണ്ണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ കറികൾ അതിലേക്ക് വിളമ്പാന്ന് വെച്ചാൽ കുറച്ച് മീൻചാറ് ഒഴിച്ച് 2 കഷ്ണം മീനും വെച്ച് 2 കഷ്ണം മീൻ വറുത്തതും വെച്ചിട്ട് ഒരു മുട്ട പൊരിച്ചതും കുറച്ച് തോരനും അങ്ങ് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.